പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ 2 ദിവസം മുമ്പിട്ട ഒരു വീഡിയോ, പാവം ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യരുത് എന്നത്, അതിൻ്റെ അടിക്കുറിപ്പുകളാണ് ഈ വീഡിയോയ്ക്ക് എന്നെ പ്രേരിപ്പിക്കുന്നത്. ചിലരൊക്കെ ചോദിച്ചു, അച്ഛൻ ഞാൻ കത്തോലിക്ക സഭ വിട്ടിട്ട് കത്തോലിക്ക വേഷത്തിൽ ഈ 80 കഴിഞ്ഞപ്പോൾ ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ ആയോ എന്ന്. ഇല്ല, അതൊരിക്കലും ഉണ്ടാവില്ല. കാരണം ഏക കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കർത്താവ് ഒരു സഭയെ സ്ഥാപിച്ചുള്ളൂ, അത് കത്തോലിക്ക സഭയാണെന്നും ആ സഭയ്ക്കാണ് സ്വർഗത്തിൻ്റെ താക്കോൽ കൊടുത്തിരിക്കുന്നതുമെന്നും എനിക്ക് ബോധ്യമുണ്ട്. ഇന്ന് ലോകത്തിൽ എല്ലാവർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ധാരാളം ആളുകൾ കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വരുന്നത്, തിരിച്ചു വരുന്നത്. നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ തന്നെ 23 ചെറിയ സഭകളുണ്ട്. അതെല്ലാം ഇങ്ങനെ തിരിച്ചു വന്നവരുടെ കൂട്ടായ്മകളാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ കത്തോലിക്ക സഭയാണ് ഈശോ സ്ഥാപിച്ചത്. പിന്നെ വിവിധ കാരണങ്ങളാൽ തെറ്റിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അകത്തോലിക്കനാകാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കരുത്. മറ്റു ചിലർ പറഞ്ഞ അച്ഛൻ ഒന്ന് പുറകോട്ട് നോക്ക്, അച്ഛന് കുരിശുരൂപവും അതുപോലെ മാതാവിൻ്റെയൊക്കെ സ്റ്റാച്യൂയും അപ്പൻ്റെ അമ്മയുടെയൊക്കെ പടം വെച്ചിട്ടുണ്ടല്ലോ. ശരിയാണ്. കഴുത്താൽ എപ്പോഴും എനിക്കൊരു കുരിശുരൂപമുണ്ട്. ഒരു കുരിശു എപ്പോഴും തലയണക്കീഴുണ്ട്, ഞാൻ കൊണ്ടുനടക്കും. ഇവിടെ അല്പം വിശദീകരണം തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്ഷമാപണമൊന്നുമല്ല, കുറ്റബോധവും ഇല്ല. പറഞ്ഞത് തന്നെയാണ്. അത് സത്യങ്ങളാണ് പറഞ്ഞതും. എന്നാൽ വിഗ്രഹവും തിരുസ്വരൂപവും തമ്മിൽ വ്യത്യാസമുണ്ട്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ് എന്ന്. അതായത് ഒരു ബിംബം ഉണ്ടാക്കി പൂജയും ബലിയും നടത്തി ആരുടെ ബിംബമാണോ വെച്ചിരിക്കുന്ന ആളുടെ ആത്മാവിനെ അതിൽ നിവസിപ്പിക്കും. അപ്പോൾ അത് ഒരു വിഗ്രഹമായി മാറും. ഇനി അതിന് പകരമൊന്നുമില്ല. ഉദാഹരണമായിട്ട് ഒരു വിഗ്രഹമുണ്ട്, ഒരു ദൈവത്തിൻ്റെ, അത് പൊട്ടിപ്പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കള്ളം കൊണ്ടുപോയി. ഇനി അതിന് പകരമില്ല. ഇനി ആ ചെയ്യേണ്ടത് വേറൊന്നുണ്ടാക്കി അവിടെ ആ ദേവനെ കുടിയിരുത്തണം. അതാണ് ദേവൻ്റെ വിഗ്രഹം. എന്നാൽ തിരുസ്വരൂപങ്ങൾ നമ്മൾ പള്ളിയിൽ ഉപയോഗിക്കുന്നു, വീട്ടിൽ ഉപയോഗിക്കുന്നു, അല്ലെ നമ്മുടെ ഒരാഭരണം പോലെ തന്നെ ശരീരത്തിൽ ഉപയോഗിക്കുന്നു. അത് വേറെ. അത് നമുക്കറിയാം, ഒരു കുരിശുരൂപം പൊട്ടിപ്പോയാൽ, മാതാവിൻ്റെ സ്വരൂപം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ വേറൊന്നും മേടിക്കും. ഇനിയും അവിടെ അത് വെഞ്ചരിച്ചാണ് വെക്കുന്നത്. ഈ വെഞ്ചരിക്കൽ എന്ന് പറയുന്നത് ഒരു വിശുദ്ധീകരിക്കൽ ആണ്. കെട്ടാനും അഴിക്കുവാനും ഉള്ള അധികാരം ഉപയോഗിച്ച് ഒരു വൈദികൻ അത് പ്രാർത്ഥന ചൊല്ലുന്നു. അതിൻ്റെ അർത്ഥം ആ തടി കൊണ്ടുണ്ടാക്കിയ, മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ സ്വരൂപത്തിൽ മാതാവിനെ ആവശ്യപ്പിക്കുകയല്ല, സെബസ്ത്യാനോസിനെയോ ഗീവറീസിനെയോ അവിടെ ആവശ്യപ്പിക്കുന്നില്ല. പിന്നെ അതിനുവേണ്ടിയല്ല പ്രാർത്ഥന ഇതിനെ വിശുദ്ധീകരിക്കണമേ എന്ന്. നമുക്കറിയാം, സ്വരൂപങ്ങൾ മാത്രമല്ല, നമ്മൾ പല കാര്യങ്ങളും കത്തോലിക്ക സഭയിൽ വിശുദ്ധീകരിക്കാനായിട്ട് ആനാമ്പള്ളം തളിച്ച് പ്രാർത്ഥിക്കും. കാരണം ഇതൊക്കെ ഉണ്ടാക്കിയത്, മെനഞ്ഞെടുത്തത് വിവിധ ഒരു പക്ഷെങ്കിൽ പൈശാചിക സാഹചര്യത്തിലോ വിശ്വാസം ഇല്ലാത്തവരൊക്കെ ആയിരിക്കാം കൈകാര്യം ചെയ്തത്. അങ്ങനെ ഏതെങ്കിലും തിന്മ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ശുദ്ധീകരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന ചൊല്ലുന്നു. നമ്മൾ ഏതെങ്കിലും സാധനം മേടിച്ച് അതെല്ലാം പ്രാർത്ഥിച്ച ശേഷം ഉപയോഗിക്കുന്നു. അതിന് കാരണം അതിനെ ശുദ്ധീകരിക്കലാണ്. അപ്പോൾ അതിനാണ് തിരുസ്വരൂപങ്ങൾ വഞ്ചരിക്കുന്നത്. അല്ലാതെ അത് ദൈവത്തെ ആവശ്യപ്പിക്കുക അല്ല, പുണ്യവാന്മാരെയും ആവശ്യപ്പിക്കുക അല്ല. ഇനിയും എന്തുകൊണ്ടാണ് കത്തോലിക്കർ ഇപ്രകാരം തിരുസ്വരൂപങ്ങൾ അല്ലെങ്കിൽ പടങ്ങൾ ഉപയോഗിക്കുന്നത്? അവരെ ഓർക്കാനായിട്ട്. കാരണം നമ്മളെല്ലാവരും മിസ്റ്റിക്സ് അല്ല. നമുക്ക് ബാഹ്യമായ 5 പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. അപ്പോൾ ആ പഞ്ചേന്ദ്രിയങ്ങൾ നിശ്ചയമായിട്ടും ദൈവത്തെങ്കിലേക്ക് തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ പഞ്ചേന്ദ്രിയങ്ങളെ ഓബ്ജക്റ്റായിട്ട് മുന്നിൽ കാണാനായിട്ട് നമ്മൾ ഇവ ഉപയോഗിക്കുകയാണ്. പക്ഷേ അതുവഴി ആന്തരിക കണ്ണ് തുറന്ന് ആ പുണ്യവാനെയോ അല്ലെങ്കിൽ ആ പുണ്യവലിയോ
അല്ലെങ്കിൽ ഈശോയെ തന്നെ മനസ്സിൽ ആത്മാവിലും സത്യത്തിലും കാണണം. അതിന് നമ്മളെ സഹായിക്കുകയാണ്. കാരണം നമ്മൾ ആരും അരൂപികളല്ല, നമ്മൾ ശരീരമുള്ളവരാണ്, മാംസവും മജ്ഞയുമുള്ളവരാണ്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിപ്പിക്കുന്ന വസ്തുക്കൾ നമ്മൾ വെച്ചു എന്ന് മാത്രം. ഉദാഹരണം എൻ്റെ അപ്പം മരിച്ചിട്ട് 6 വർഷങ്ങൾ 74 കഴിഞ്ഞു. ഇപ്പോഴും അപ്പൻ്റെ അമ്മയുടെയും മരിച്ചുപോയ 2 പേരുടെയും ഫോട്ടോ എൻ്റെ ബൈബിളുണ്ട്. വല്ലപ്പോഴൊക്കെ ഞാൻ കാണുകയും മുത്തുകയും ചെയ്യും. ഇനി മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഞാനൊരു കുരിശുരൂപം ധരിക്കും. ഇനി എൻ്റെ മുറികൾ അലങ്കരിക്കുവാൻ സ്വരൂപങ്ങളും പടങ്ങളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തിന്? അവരെ ഓർക്കാനും അവരുടെ സാമീപ്യം മനസ്സിൽ ചിന്തിക്കാനും. ഞാനൊരു മിസ്റ്റിക്കൊന്നുമല്ല, ഹല്ലേലൂയ, ഞാൻ അങ്ങനെ പറയുന്നുമില്ല. അതേസമയം നമ്മൾ മിസ്റ്റിക്കായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇതൊന്നും കൂടാതെ ഒരു മിസ്റ്റിക്കായിട്ട് അജിതേന്ദ്രിയ ധ്യാനമൊക്കെ നടത്തി ഹൃദയം ദൈവത്തിൽ ആക്കാമെങ്കിൽ വളരെ നല്ലത്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും. പക്ഷെ അതിന് സഹായകരമാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ വായിക്കുന്നുണ്ട് ബൈബിളിൽ, മൂശയ്ക്ക് കൽപ്പന കൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ രൂപങ്ങൾ ഉണ്ടാക്കരുത് എന്ന്. ഭൂമിയിലെ ഒരു വസ്തുക്കൾ കൊണ്ടും പ്രതിമകൾ ഉണ്ടാക്കരുത് എന്ന്. അതിന് കാരണം എന്താണെന്നറിയാമോ? ഇസ്രായേൽക്കാർക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഏതെങ്കിലും പ്രതിമയുണ്ടാക്കി അവിടെ പോയി കമന്ന് വീണ് ആരാധിക്കുമായിരുന്നു. ദൈവത്തെ മാത്രം ആരാധിക്കാനുള്ള കൽപ്പനയാണ് കർത്താവ് കൊടുത്തത്. അത് ലംഘിക്കും. അതുകൊണ്ട് ഉണ്ടാക്കുക പോലും അരുത്. ഉദാഹരണമായിട്ട് ഒരമ്മ പറയുകയാണ്, ഈ വീട്ടിൽ കല്ല് കയറ്റാൻ പറ്റില്ല. കള്ള് കയറ്റിയോണ്ട് ഒരു കുഴപ്പമില്ല, തിന്മയില്ല. അപ്പം ചൂടാനൊക്കെ നമ്മൾ കള്ള് കയറ്റും എന്ന് ഈ അമ്മ പറയാൻ കാരണം, കള്ള് വീട്ടിൽ കയറ്റിയാൽ ഭർത്താവല്ല മകൻ കുടിക്കും. അതുകൊണ്ട് അത് അങ്ങോട്ട് കൊണ്ടുപോകരുത്, അത് മണക്ക പോലും ചെയ്യരുത് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരമ്മയോ അപ്പനോ പറയുന്നു മകനോടോ മകളോടോ, മൊബൈൽ തുറക്കരുത്, TV തുറക്കരുത്. കാരണം തുറന്നാൽ നീലച്ചിത്രം കാണാൻ പോകും. ആ തഴക്കദോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തഴക്കദോഷം ഇസ്രായേൽക്കാർക്കുണ്ടായിരുന്നു. ഇന്ന് ആ തഴക്കദോഷത്തിലേക്ക് നമ്മൾ പല കത്തോലിക്കലും വീണിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ തരാൻ ഇടയായത്. ഉണ്ടാക്കുന്നതിൽ ഒരു തെറ്റുമുണ്ടെന്ന് ഞാൻ പറയില്ല. ഞാൻ അത് പറയുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും വിഗ്രഹത്തെപ്പറ്റി കർത്താവ് എത്രമാത്രം മൂശയിലൂടെ പറഞ്ഞിരിക്കുന്നുവെന്ന്. അത് ആ വിഗ്രഹാരാധനയെപ്പറ്റി പുറപ്പാട് പുസ്തകത്തിൻ്റെ 32-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. അതായത് മൂശ 40 ദിവസവും 40 രാത്രിയിലും പ്രാർത്ഥിച്ച് കർത്താവുമായി ലയിച്ച് 10 കൽപ്പന എഴുതിയ ആ കൽപ്പനയുടെ പലകയായിട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ താഴെയുണ്ടായിരുന്നവർ ഓർത്തു, ഈ വയസ്സന് എന്നാ പറ്റി? മൂശ പോയിട്ട് 40 ദിവസം ഒരു പുള്ളിയെപ്പറ്റി അറിയത്തില്ല. പുള്ളി തമ്പുരാന് ദൈവത്തെ കണ്ടിട്ട് വന്ന വാർത്തകളൊക്കെ പറയുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖം പോലും മാറി. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ ഒരു മറയിട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു മറവ് ഇട്ടിരുന്നു, കാരണം അത്ര പ്രകാശിക്കുന്ന മുഖമായിരുന്നു. പക്ഷെ ആളിനെ കാണാനില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ സമയത്താണ് അവർ വിഗ്രഹമുണ്ടാക്കുന്നത്. നമുക്കറിയാം, പെണ്ണുങ്ങളുടെ ആഭരണങ്ങളെല്ലാം കൂടെ സ്വരൂപിച്ച് അഹ്റോൻ ഒരു നല്ല ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ ആരാധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഞാൻ വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം അധ്യായം 22 വചനം 19 മുതൽ. മൂശ പാളയത്തിന് അടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു. അവൻ നൃത്തം ചെയ്യുന്നതും കണ്ടു. അവൻ്റെ കോപം ആളിക്കത്തി. അവൻ കൽപ്പലകകൾ വലിച്ചെറിഞ്ഞ് മലയുടെ അടിവാരത്തിൽ വച്ച് അവ തകർത്ത് കളഞ്ഞു. അവൻ കാളക്കുട്ടിയെ എടുത്ത് തീയിലിട്ട് ചുട്ടു. അത് ഇടിച്ചു പൊടിച്ച് പൊടിവെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കുടിപ്പിച്ചു. ഹല്ലേലൂയ. ഭയങ്കരം അല്ലേ? അത്രയ്ക്ക് കർത്താവ് വെറുക്കുന്ന ഒന്നാണ് വിഗ്രഹാരാധന. അത് പാടില്ല എന്ന് പറയുവാനാണ് ഞാൻ വീഡിയോ ഇറക്കിയത്. മാത്രമല്ല, നിങ്ങൾ വീഡിയോ കേട്ടവർക്ക് ഞാൻ സാധിക്കും, ഇന്ന് കത്തോലിക്ക സഭയിൽ ഇതൊക്കെ ഒരു വാണിജ്യവൽക്കരിച്ചു, അഥവാ വ്യവസായീകരിച്ച് പണസമ്പാദന മാർഗമാക്കി. പെട്ടികൾ വെക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞ നേർച്ചപ്പെട്ടി വെക്കുന്നതും മറ്റും. ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് ആന്തരിക ചൈതന്യം കെടുത്തുന്ന പ്രതീതി എല്ലായിടത്തുമുണ്ട്.
അത് മാറ്റണം. അതാണ് ഞാൻ ശഠിച്ചത്. തിമോത്തിക്ക് എഴുതിയ 2 തിമോത്തി 3:5 പറയുന്നു, ഭക്തിയുടെ ബാഹ്യ രൂപം നിലനിർത്തുന്നു. അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ പൊള്ളയായ ആത്മീയത. ഇതിനെയാണ് ഞാൻ പറഞ്ഞത്. മാറ്റം അല്ല, ഈ ഭൗമികായതകളെ തിരുത്തുന്ന കാര്യത്തിൽ അത് ഈ അടുത്തൊരു നാളിലെ പല പ്രദർശനങ്ങളിലും അറിയാനിടയായി, കാണാനിടയായി. അപ്പോൾ ഞാനത് പ്രതികരിച്ചതാണ്. കാരണം അത് നമുക്ക് പാടില്ല എന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞതിനെ തിരുത്തുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ അതിര് കവിഞ്ഞ് പറഞ്ഞൊന്നും എനിക്ക് തോന്നുന്നില്ല. പറയേണ്ടതുപോലെ പറഞ്ഞു, അതിന് പ്രാധാന്യം കൊടുക്കേണ്ട പോലെ. അതെ, നമ്മൾ അത് അമിതമായിട്ട് അത് ചില പിതാക്കന്മാരും പറയുന്നുണ്ട്. ഞാൻ ഓർക്കാണ് എൻ്റെ സ്വന്തം ഇടവകയിൽ ചെറുവള്ളി കാഞ്ഞിരപ്പള്ളി രൂപത ആ ഗ്രോട്ടോ പണിതു. അവിടെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരു സ്വരൂപം വെച്ചു. അതിൻ്റെ ആശീർവാദത്തിന് വന്ന പുളിക്കൽ പിതാവ് സന്തോഷത്തോടെ പറഞ്ഞു, നല്ല കാര്യം, പക്ഷേ ഈ പ്രത്യേക സ്വരൂപം വെച്ച് ആളുകളെ ആകർഷിക്കാൻ പാടില്ല. നൊവേനയും പാട്ടും ആയാൽ അത് ക്യൂവിന് ആൾ വരും, ഒരു വിഷപ്പള്ളിക്ക് വരുമാനം ഉണ്ടായേക്കാം, അത് പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഇതുപോലെ പിതാക്കന്മാർക്ക്, അതെ, പിതാക്കന്മാരെയാണ് നമുക്കാവശ്യം മാർഗനിർദ്ദേശം കൊടുക്കുന്നത്. ഇനിയും നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ ഇപ്പോൾ വായിച്ചു കേട്ടു എപ്രകാരം കർത്താവ് ഇതിനെ വെറുക്കുന്നു. ഈ കർത്താവ് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കും സംഖ്യയുടെ പുസ്തകത്തിൽ ആളുകൾ മൂശയ്ക്കെതിരായി പിറുവിറുത്തു, അപ്പമില്ല, വെള്ളമില്ല, ഞങ്ങളിവിടെ കടന്ന് മരുഭൂമി വലയുകയാണ്. അതേസമയം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്താണ് കർത്താവ് അവരെ അടിമത്തത്തിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത്. അതൊക്കെ മറന്നിട്ട് അവർ പിറുവിറുത്ത് മൂശയെ കുറ്റപ്പെടുത്തി ദൂഷണം സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കറിയാം ചില സർപ്പങ്ങൾ ഇറങ്ങി അവരെ കടിച്ചു, ഏറെ പേർ മരിച്ചു. അപ്പോൾ കർത്താവ് മൂശയോട് പറഞ്ഞു, സംഖ്യയുടെ പുസ്തകം 21:8, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക, ദംശനമേൽക്കുന്നവൻ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മൂശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് വസ്തുതയാണ്. തമ്പുരാനാ, ദൈവമാണ് പറഞ്ഞത് പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ. ഇനി ഇതെന്തിനാണ് പറഞ്ഞത് അത് നമ്മൾ മനസ്സിലാക്കണം. അത് ആഴമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയവുമാണ്. പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാനല്ല. നമ്മൾ ഓർക്കണമേ, ആദ്യം മുതലേ കർത്താവ് എപ്പോൾ പാപം ചെയ്ത മനുഷ്യനോട് വാഗ്ദാനം ചെയ്തു, അതായത് ഒരു സ്ത്രീയിൽ നിന്ന്, കന്യകയിൽ നിന്ന് മകൻ ജനിക്കും, അങ്ങനെ അതെ നമ്മുടെ രക്ഷ ഉണ്ടാകുമെന്ന് ഉൽപ്പത്തി പുസ്തകം 3:15 വാഗ്ദാനം ചെയ്തപ്പോൾ സംഭവിച്ചു. അപ്പോൾ ചരിത്രത്തിൽ ഉടനീളം മനുഷ്യൻ്റെ വീഴ്ച മുതൽ ആ ക്രൂശിൽ മഹത്വീകരിക്കപ്പെട്ട കർത്താവുണ്ട്. ഈ കർത്താവിനെ ആളുകൾ ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണണമായിരുന്നു, കണ്ടിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മൂശയെപ്പറ്റി ഹെബ്രായ അധ്യായം 11:25 ഞാൻ പരാമർശിക്കുകയുണ്ടായി എൻ്റെ പ്രസംഗത്തിൽ. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചത്. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നതിനും ഏകദേശം 1300-1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മൂശ യേശുവിൻ്റെ കുരിശിൽ ദൃഷ്ടി ഉറപ്പിച്ചു. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ക്രൂശിൻ്റെ പ്രാധാന്യം കാണാൻ, അതെ പ്രിയമുള്ളവരെ, അത് എന്നിട്ട് തൻ്റെ അരമനയിലെ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജനങ്ങളെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചു. ആ അദൃശ്യനായവനെ ദൃശ്യനായവനെ പോലെ കാണാൻ, അതിനാണ് കത്തോലിക്കർ പടം ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ തിരുസ്വരൂപങ്ങൾ ഉപയോഗിക്കേണ്ടത്. അദൃശ്യനായ ദൈവത്തെ, അദൃശ്യനായ യേശുവിനെ, അദൃശ്യനായ മരിയെ, വിശുദ്ധരെ. കാരണം വിശുദ്ധർക്ക് നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കാൻ കഴിയും.
അതേപോലെ വേറെ വീഡിയോയിൽ പറയാം. പറ്റുമോ ഇല്ലയോ എന്ന് ചിലപ്പോൾ എന്തൊക്കെ ചോദിച്ചേക്കാം. പറ്റും. ഹല്ലേലൂയ. അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് കർത്താവിൻ്റെ കരുണ ലഭിച്ച് ഇവിടെ ജീവിക്കുന്നത്. അത് മറക്കരുത്. ഹല്ലേലൂയ. ഇനിയും ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ അദൃശ്യമായ സത്യങ്ങൾ, സ്വർഗം അദൃശ്യമാണ്, മലഹാമർ അദൃശ്യരാണ്, വിശുദ്ധർ അദൃശ്യരാണ്, നിത്യത അദൃശ്യമാണ്. ഇത് ദൃശ്യമായി കണ്ടാലെന്ന പോലെ. അപ്പം അതിനാണ് ഈ പടങ്ങൾ, ഒരുപക്ഷെ സ്വർഗത്തിൻ്റെ പടം അല്ലെങ്കിൽ നരകത്തിൻ്റെ പടം ഇതൊക്കെ വരയ്ക്കുന്നതും അത് കാണുന്നതും. അതിൻ്റെ ഉദ്ദേശം അതിന് മുമ്പിൽ പോയി സാഷ്ടാംഗം പ്രണാമം ചെയ്യാനോ മുത്താനോ ഒന്നും അല്ല. ഹല്ലേലൂയ. ഇനിയും ഒത്തിരി നമുക്ക് വ്യക്തിപരമായിട്ട് ഒരാൾ അങ്ങനെ ചെയ്യുന്നു വരാം. ആ സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഫോട്ടോയ്ക്ക് ഞാൻ ചിലപ്പം ഓരോ ഉമ്മ കൊടുക്കും. എൻ്റെ ചേട്ടൻ്റെയും മരിച്ചുപോയതാണ്. എനിക്കറിയാം അവർ ജീവിക്കാനും സ്വർഗത്തിൽ. എങ്കിലും അവർക്ക് എനിക്ക് കാണാൻ പറ്റില്ല എപ്പോഴും, ഇവിടെ ഈ ലോകത്ത് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഉമ്മ കൊടുക്കുന്നു മാത്രം. അത് ആ പടത്തിലല്ല ഉമ്മ വെക്കുന്നത്, ആ കടലാസല്ല ഉമ്മ വെക്കുന്നത്. പിന്നെയോ അതിൽ കൂടി ആ അദൃശ്യനായ അപ്പനെയും എൻ്റെ ചേട്ടനെയും അമ്മച്ചിയും കാണുന്നു. ഹല്ലേലൂയ. ഇനിയും ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, അത് ആ രൂപം എടുത്തുകൊണ്ട് ഞാൻ റോഡിലൂടെ പോവാണെന്ന് വിചാരിച്ച് എൻ്റെ അപ്പൻ്റെ ഫോട്ടോ വലുതായിട്ട് അലങ്കരിച്ചിട്ട് എല്ലാവരും പറയാ ഇതാണ് എൻ്റെ അപ്പൻ, ഇതാണ് എൻ്റെ അപ്പൻ. പിന്നെ ചെണ്ട, മേള, കൊടി, പടക്കം, ഇതാണ് എൻ്റെ അപ്പൻ. അവിടെയാണ് തെറ്റ്. എന്നിട്ട് പറയാണ് അപ്പന് വേണ്ടിയിട്ട് വല്ല പൈസ ഉണ്ടാക്കണേ, അപ്പനൊരു വീടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പെട്ടി വെക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ ഇന്നലെ പ്രതികരിച്ചതും പറഞ്ഞതും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ കത്തോലിക്ക സഭയിൽ പോയിരുന്നു. കത്തോലിക്ക സഭയിലെ ആചാരങ്ങൾക്കെതിരാണെന്നും അല്ല, ദുരാചാരങ്ങൾക്കെതിരാണ്. ഹല്ലേലൂയ. അന്ധവിശ്വാസങ്ങൾക്ക് എതിരാണ്. ഒരു വെഞ്ചരിച്ച പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കുന്ന ആ സ്വരൂപത്തിൽ, തിരുസ്വരൂപത്തിൽ, നമ്മൾ തിരുസ്വരൂപം എന്നാണ് പറയുന്നത്, നിശ്ചയമായിട്ടും ഒരു പുണ്യവാനോ പുണ്യവതിയോ ആവശ്യിക്കുന്നില്ല, ഒരു ദൈവവും ആവശ്യിക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു പ്രചരണമുണ്ട്. ആ ചില സ്റ്റാച്യൂവിന് ചില സ്വരൂപത്തിൽ പ്രത്യേക ശക്തി, അതിന് പറയും അച്ചട്ട. ഈ സ്വരൂപത്തിൽ പ്രാർത്ഥിച്ചാൽ അച്ചട്ട എന്ന് പറഞ്ഞാൽ കണിശം, ഒന്ന് വെച്ചാൽ രണ്ട്. മക്കളെ, അത് കളിപ്പിയതാണ്. ഹല്ലേലൂയ. അത് ഏതോ അച്ഛന്മാർ പള്ളിക്ക് പണം ഉണ്ടാക്കിയ ഒരു ഉപായമാണെന്ന് ഞാൻ പറയും പണ്ട് കാലത്ത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു ഒരു തീർത്ഥാടനത്തിന്. അപ്പോൾ അവിടെ പണ്ട് കാലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റേതായ ഒരു വികാരമുണ്ട്. അല്ല, വേറെ പ്രത്യേകതയൊന്നുമില്ല. മാതാവ് എല്ലായിടത്തും ഉണ്ട്, ഈശോ എല്ലായിടത്തും ഉണ്ട്, പുണ്യവന്മാരുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും എല്ലായിടത്തും ഉണ്ട്, മുറിക്കകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഉണ്ട്. എന്നാലും ഒരു സന്തോഷം, ഒരു മാനസിക സന്തോഷം അവിടെ പോകുന്നു എന്ന് വിചാരിച്ച് ഈ വിളാങ്കണിമാരാവെന്നും പറഞ്ഞ് ലോകം മുഴുവൻ വെച്ചിട്ട് അവിടെ അച്ചട്ടുണ്ട്, അവിടെ പോകാൻ. ഇതൊക്കെ ആണ് ഞാൻ ഇന്നലെ ഉദ്ദേശിച്ച് നമുക്ക് നിർത്തണം. അത് നമുക്കറിയാം, കത്തോലിക്ക സഭയിലെ മുഖ്യ കാര്യങ്ങളും വരുന്നത് റോമിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ്. ഇനി അവിടെ പള്ളികളൊന്ന് പോയി നോക്കി, പള്ളിക്ക് നടുക്ക് ഒരു പെട്ടി കാണും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് സംഭാവന എന്ന് പറഞ്ഞാൽ പള്ളി നടത്തിക്കൊണ്ടുപോകാൻ സംഭാവന ആവശ്യമാണ്. പള്ളി ഇടിഞ്ഞു പോയാൽ വീണ്ടും പണിയാൻ സംഭാവന ആവശ്യം. പള്ളിക്ക് ഒത്തിരി ചിലവുണ്ട്, കറണ്ടിൻ്റെ ചാർജ് കൊടുക്കണം, നോക്കാൻ വേലക്കാർക്ക്, ഇങ്ങനത്തെ പല ചിലവുണ്ട് നമുക്കറിയാം. അതിന് പണം ആവശ്യമുണ്ട്. അത് ജനങ്ങൾക്കറിയാം. അവർ കൈ തുറന്ന് സംഭാവന കൊടുക്കും. അല്ലാതെ പുണ്യവാൻ്റെ മുമ്പിൽ കൊണ്ട് പെട്ടിവെച്ച് തെണ്ടുന്ന രീതി അല്ല എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. മനസ്സിലാക്കണം. പള്ളിക്ക് കൊടുക്കരുതെന്നോ പള്ളിക്ക് സംഭാവന കൊടുക്കരുതെന്നോ അല്ല. ഇങ്ങനെ ഞാൻ കൊടുത്ത തലക്കെട്ട് മനഃപൂർവ്വം കൊടുത്തതാണ്. അതായത് ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യരുത് എന്ന്. അത് നിർത്താനായിട്ടുള്ള ഒരു ആഹ്വാനമായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ കൂടി തരികയുണ്ടായത്. നമ്മൾ കണിശമായിട്ടും ഉയർത്തപ്പെട്ട കർത്താവിലേക്ക് ദൃഷ്ടി ഉറപ്പിക്കണം. നമ്മൾ വായിക്കുന്നുണ്ട് ഗലാത്യർ അധ്യായം 3:1 നിങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ കാൽവരിയിൽ വിരിമാറിൽ മരിച്ച ആ ക്രൂശിതനെ നിങ്ങൾ മറന്നുപോയോ? ഏഴ് മന്ത്രവാദമാണ് മാറ്റി നിർത്തിയത്. അവനെ നോക്കിയാണ് രക്ഷപ്പെടേണ്ടത്, ആ കുരിശിൽ ഉയർത്തപ്പെട്ടവൻ. അതുകൊണ്ടാണ് ഞാൻ കുരിശ് രൂപത്തിന് പ്രാധാന്യം കൊടുക്കുന്നതും വേണമെന്ന് പറയുന്നതും അത്യാവശ്യമാണ് എന്ന് പറയുന്നതും. ഞാൻ ഇന്നലെ പറയുകയുണ്ടായി, കണിശമായിട്ടൊരു കുരിശുരൂപവും പിന്നെ അത് കൂടുതലായിട്ട് ഈശോ സജീവനായിരിക്കുന്ന വിശുദ്ധ കുർബാനയും കൂടിയെത്തിയിരുന്നു. പിന്നെ നമ്മുടെ കേരളത്തിലെ ഒരു പ്രതിഭാസം ഇത് രണ്ടും മാറ്റി.
വിശുദ്ധ കുർബാന തിരശ്ശീലയിട്ട് മറച്ചു വച്ചിരിക്കുന്നു. ആർക്കും അവിടെ പോകാനുള്ള കാര്യമില്ല. ആ പഴയ നിയമത്തിലെ പോലെയാണ് എന്ന് പറഞ്ഞ്, പഴയ നിയമത്തിൽ എല്ലാം തിരശ്ശീലയ്ക്കുള്ളിലായിരുന്നു ആ വിശുദ്ധിയുടെ വിശുദ്ധി. അതൊക്കെ പോയി, തിരശ്ശീല രണ്ടായി. ആ കാൽവരിയെ മുറിഞ്ഞ കാര്യം അവരൊക്കെ മറന്നുപോയി. ഹല്ലേലൂയ. അതിന് ആ ക്രൂശിതനെ നോക്കണം, ആ ക്രൂശുരൂപവും കളഞ്ഞു. പ്രിയമുള്ളവരെ, എന്നിട്ട് ഈ പറഞ്ഞ പ്രദർശനങ്ങളോ ഈ സ്വരൂപങ്ങൾ എടുത്തുകൊണ്ടുള്ള എഴുന്നള്ളിക്കലോ, ഞാൻ ഇന്നലെ പറഞ്ഞു പലതും, എന്നിട്ട് രൂപ പിരിക്കലോ അതിനുവേണ്ടി പണം ഈടാക്കലോ ഒന്നും നിർത്തിയില്ല. അതുകൊണ്ടാണ് വേറെ ചിലർ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ അതുവഴിയായിട്ട് ഒത്തിരി പേർക്ക് പണി കിട്ടുന്നില്ലേ, ആ പൈസ കൊണ്ട് അച്ഛന്മാർ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല, പിന്നെയോ പാവങ്ങളെ സഹായിക്കുക. നല്ല കാര്യം, പക്ഷേ ഇങ്ങനെയല്ല പാവങ്ങളെ സഹായിക്കേണ്ടത്. പാവങ്ങളെ സഹായിക്കണമെങ്കിൽ അക്കാര്യം പറഞ്ഞ് പിരിച്ചെടുക്കണം. അതിന് ആ സെൻറ്റൻസുള്ളവർ തരും. അങ്ങനെയാണല്ലോ മറ്റ് രാജ്യങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നത്. പ്രിയമുള്ളവർ, അതുകൊണ്ടാണ് ഈ വാണിജ്യ മനോഭാവം നമ്മുടെ തിരുനാളുകൾക്ക് ആഘോഷങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് ഞാൻ പറയുവാൻ ഇടയായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന്. അല്ലാതെ ഞാൻ ഈ വയസ്സാം കാലത്ത് ഒരു പെന്തക്കോസ്തായെന്നോ കത്തോലിക്ക സഭ വിട്ടു നിൽക്കുകയാണെന്നോ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. നമുക്കറിയാം, നമ്മുടെ ആധ്യാത്മിക കണ്ണുകൾ തുറന്ന് നമ്മൾ പ്രാർത്ഥനയിലേക്ക് ഉയരേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത നാളിൽ വളരെയധികം ഊന്നിപ്പറയുന്ന ഒരു വിഷയമാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിന്നിൽ കണിശമായിട്ടും സ്വരൂപങ്ങളുണ്ട്. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അവർ ഓർക്കാൻ. അവരിവിടെ ഇല്ല, എൻ്റെ മുറിയിലില്ല. ഈ 13-ാം തീയതി എൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസമാണ്. ഞാൻ സിമിത്തേരിൽ നിന്നും പോകുന്നില്ല, എൻ്റെ മുറിയിൽ പ്രാർത്ഥിക്കും, വിശുദ്ധ കുർബാന അർപ്പിക്കും. അമ്മ അവിടെ അല്ല, സ്വർഗത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷേ അമ്മയെ ഓർക്കാൻ ഈ പടത്തെ നിൽക്കുമ്പോൾ അമ്മയുടെ ആ തുണിയും ചട്ടയും എല്ലാം ഓർക്കും. അമ്മ ഞങ്ങൾക്ക് ആഹാരം വെച്ച് തരുന്നതും ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചതുമെല്ലാം ഓർമ്മയിൽ വരും. അതുമാത്രം. ഇതാണ് ഒരു ഈശോയെ നോക്കുമ്പോൾ, ആ കുരിശി നോക്കുമ്പോൾ കാണുന്ന എന്താണ്? ആ തുങ്കപ്പെട്ട രൂപത്തിൽ 5000 മുറിവുകളേറ്റ് അവസാനത്തെ തുള്ളി ചോര പോലും ചെന്തി ചങ്ക് പൊട്ടി മരിക്കുന്ന രക്ഷകൻ. അപ്പോൾ എനിക്കും എൻ്റെ സഹനങ്ങൾ അവിടെ വയ്ക്കാൻ ഒരു പ്രചോദനം കിട്ടും, അവിടുത്തെ സഹനത്തോട് പങ്കുചേരുവാൻ. അതിനാണ്. അല്ലാതെ അതിൽ തന്നെ ഒരു തടി കഷണമാണ് അല്ലെങ്കിൽ മണ്ണാണ്. എന്നാൽ അത് വെറും മണ്ണല്ല, വിശുദ്ധീകരിച്ചാണ്, ലോകത്തിൻ്റെതല്ല. അത് കാരണം ഒരച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിക്കണമെന്ന് ഞാൻ പറയും. എന്തെല്ലാം ഉണ്ടെങ്കിലും അത് ചെയ്തേ മതിയാവുമെന്ന് ഞാൻ പറയും. വെറുതെ കടയിൽ നിന്ന് മേടിച്ച് കൊണ്ട് വയ്ക്കരുതേക്കെന്ന്. കാരണം ചിലപ്പം അഭാവമികമായ ചില തിന്മയുടെ ശക്തികൾ അതിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ്. അത് നമുക്കറിയാം, നമ്മുടെ ഓർത്തഡോക്സ് സഭയിലും യാക്കോബായ സഭയിലും അവർ ഐക്കൺസ് വയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ബോൾഡായിട്ട് എഴുതിയിട്ടുള്ള ഫോട്ടോകൾ, രൂപങ്ങളല്ല. മണ്ണർകാട് പള്ളി മാത്രമേ ഉള്ളൂ മാതാവിൻ്റെ രൂപം. അതിന് കാരണം അത് പണ്ട് കത്തോലിക്കർ പള്ളിയായിരുന്നു. ഹല്ലേലൂയ. അത് കത്തോലിക്കർ കൊടുത്താണ് യാക്കോബായക്കാർക്ക്. ചരിത്രം നിങ്ങൾക്കറിയാം. ഇനിയും ഈ ഐക്കൺ എന്ന് പറയുന്നത് നമുക്കറിയാം, അവർ പോയി മുത്തും. എന്താണ് അത്? മാസങ്ങളോളം ഈ ശില്പികൾ വരയ്ക്കുന്നവർ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ചെയ്യുന്നതാണ്. ഒരു വെഞ്ചരിപ്പ് മാത്രമല്ല, അത്ര പ്രാർത്ഥനാപൂർവം ഉണ്ടാക്കുന്നു. എന്നാൽ പോലും അതാണ് യേശുവെന്നോ അതാണ് മറിയുമെന്നോ അവർ പറയില്ല. പിന്നെയോ ഓർക്കാനായിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ആഴമായിട്ട് മനസ്സിലാക്കുക, അത് പറയുവാനായിട്ടാണ്. അതുപോലെ പ്രത്യേകം ശക്തികളുണ്ട്, അച്ചട്ടുണ്ട്, അടിമ വെക്കണം എന്നൊക്കെ പറയുന്നതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ഒരാളുടെ അടിമയാണ്, യേശു ക്രിസ്തുവിൻ്റെ അടിമ. ഹല്ലേലൂയ. വ്യക്തമായിട്ട് റോമ അധ്യായം 6 പറയുന്നത്, നിങ്ങൾ പാപത്തിന് അടിമപ്പെടരുത്, ഈ ലോകത്തിൽ ആർക്കും അടിമപ്പെടരുത്, യേശുവിന് മാത്രം അടിമകളായിരിക്കുക. അവിടുത്തെ ആത്മാവിൽ നമ്മൾ അടിമകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അമേരിക്കയിലെ അടിമത്വമൊക്കെ ഓർക്കുന്നത് അതല്ല. സറണ്ടർ, കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത വ്യക്തികൾ. ഹല്ലേലൂയ. അതാണ് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഇതേപ്പറ്റി അധികം പേരും ഇനിയും റിയാക്ട് ചെയ്യും. അച്ഛൻ മാറിയിട്ടില്ല, അച്ഛനെ ആരോ പറയിപ്പിച്ചതാണ്, മത്രാന്മാരാണ്ട് പറഞ്ഞിട്ട് തിരുത്തതാണ്. ഒന്നുമില്ല, ഒരുത്തരും പറഞ്ഞിട്ടില്ല. എൻ്റെ ആത്മാവിൻ്റെ പ്രേരണയിൽ ഞാൻ സത്യങ്ങൾ പറയും. ഞാൻ ആരെയും പ്രീണിപ്പിക്കാനായിട്ട് പ്രസംഗിക്കാറില്ല. എനിക്കൊരാളെ മാത്രം പ്രീണിപ്പിച്ചാൽ മതി. എൻ്റെ കർത്താവ്, എന്നെ വിളിച്ച കർത്താവ്, എന്നെ ഈ സുവിശേഷവരേക്ക് അയച്ച കർത്താവ്, ആ കർത്താവ് പറയുന്നത് മാത്രമേ ഞാൻ പറയൂ. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മനുഷ്യനെ മുഖസ്തുതിക്കായിട്ട് ഞാൻ പറയുകയില്ല ഒരിക്കലും. ഞാൻ എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്തുക മാത്രമേ പറയുള്ളൂ എന്ന് പറയുന്നു.
അതെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കത്തോലിക്ക സഭ മോശമാണ് ഞാൻ പറഞ്ഞില്ല. കത്തോലിക്ക സഭ എപ്പോഴും യേശുവിൻ്റെ ശരീരമാണ്. അത് ശരീരത്തിലെ അംഗങ്ങളാണ് യഥാർത്ഥ കത്തോലിക്കർ. ഇനി അതല്ലാതെ ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ചില ഇത്തിക്കണ്ണികൾ, അതൊക്കെ വെട്ടിക്കളയണം. ഹല്ലേലൂയ. ഫലം തരാത്ത വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ശിഖരങ്ങൾ മുറിച്ചു കളയണം. നാം യേശുവിനോടുകൂടി ഒന്നായിരിക്കുന്ന ഒരു വൃക്ഷത്തിലെ ശിഖരങ്ങൾ പോലെ. അപ്പോൾ അത് മുറിച്ചു കളയേണ്ട ആവശ്യമുള്ളതാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും അതുതന്നെ ആണ്. നമ്മൾ ഇതൊക്കെ ബാഹ്യമായത് നമ്മുടെ ആന്തരിക പഞ്ചേന്ദ്രിയങ്ങളെ തുറന്ന് ധ്യാനാത്മകമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തി, നമ്മൾ ദീപബലിയുടെ സമയത്ത് പറയുന്ന പോലെ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ, ഹൃദയ വികാരങ്ങൾ ഇതെല്ലാം ഉയർത്തിയാലേ ഈ വലിയ സത്യങ്ങൾ, ദൈവിക സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഈ ഭൂമിയിലായിരിക്കും പറ്റില്ല, അപ്പോൾ ഹൃദയം ഉയർത്തണം. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഇതൊക്കെ. വേറെ ആരോ പറഞ്ഞു, അല്ല ഈ പ്രദക്ഷിണമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സ്വർഗീയ യാത്രയാണ്, ആഘോഷമായിട്ട് സ്വർഗത്തിലേക്ക്. സ്വർഗത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ. വെളിപാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവിടെ ചെണ്ടയും മേളമൊന്നും ഇല്ല. അവിടെ ശുഭവസ്ത്രധാരികളായിട്ട് നമുക്കറിയാം തമ്പുരാനെ, ദൈവത്തെ ആരാധിക്കുകയാണ്. മഹത്വവും ആരാധനയും സ്തുതിയും കൊടുക്കുക. ഞാൻ അനുഭവിച്ച് കണ്ടതാണ്. നിങ്ങൾക്കറിയാം എൻ്റെ മരണാനന്തര അനുഭവം. സ്വർഗത്തിൽ ഞാൻ പോയി എന്ന് സത്യമായിട്ടും പറയുന്നു. ഇപ്പോഴും ഞാൻ വല്ലപ്പോഴൊക്കെ കർത്താവിനെ അനുവദിക്കാറുണ്ട്. ഞാൻ കാണുന്ന അതാണ്. എൻ്റെ അഭൗമിക ശരീരം കൊണ്ട്, ആത്മീയ ശരീരം കൊണ്ട് ഞാനൊരു സന്നിധനാണ്. അങ്ങനെയാണ് എൻ്റെ ശരീരം, എൻ്റെ ഭൗമിക ശരീരത്തിൽ ഞാൻ വേർപെട്ടു പോകും ആ സമയത്ത്. അപ്പോൾ ഞാൻ കാണുന്നുണ്ട് മരണം മൂലം വേർപെട്ട വിശുദ്ധരും, ഒരു പക്ഷേ സഭ വിശുദ്ധരെന്ന് വിളിച്ചവരും വിളിക്കപ്പെടാത്തവരൊക്കെ സ്വർഗത്തുള്ള എല്ലാവരും വിശുദ്ധരാണ്. ഒന്നായിട്ടാണ്. അവിടെ വിഭജനമൊന്നുമില്ല, റീതി വ്യത്യാസമില്ല, വർഗ വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല. എല്ലാവരും നിങ്ങൾ വായിച്ചു നോക്കൂ. വെളിപാട് പുസ്തകം അധ്യായം 7, 14 ഒക്കെ അതിനകത്ത് കാണാൻ സാധിക്കും. ഒന്നിച്ച് ആരവത്തോടെ സ്തുതിക്കുകയാണ്. ആത്മാവിലും സത്യത്തിലുള്ള സ്തുതിയാണ് അവിടെ. സന്തോഷമാണ്, ആനന്ദമാണ്. ആ സാന്നിധ്യത്തിൽ വിശപ്പില്ല, ദാഹമില്ല. അല്ലാതെ അവിടെ ഈ മേള ഒന്നുമില്ല. അവിടെ ഈ അല്ലെങ്കിൽ തോരണം ഒട്ടിയിലോ തോരണം തൂക്കിയിടിയിലോ മുത്തുക്കൊടയോ അല്ലെ ബലൂണോ ഇതൊന്നും അല്ല. അവിടെ ചെണ്ടയോ വെടിയൊന്നുമില്ല. അവിടെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അതാണ് നിത്യത. ഹല്ലേലൂയ. ഇത് എന്ന് വ്യക്തമാക്കി തരികയാണ്. അതിന് സഹായിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നു. അത് ആ വിശുദ്ധിയോടെ വേണം കൈകാര്യം ചെയ്യുവാൻ. വേറെ യാതൊരു ദുരുദ്ദേശത്തോടെ ആയിരിക്കരുത്. എന്ന് പറഞ്ഞാൽ പണസമ്പാദനത്തിനോ അല്ലെങ്കിൽ അത് നല്ലതായിട്ട് പെയിൻറ്റ് ചെയ്ത് നല്ലതായിട്ട് അടിക്കുമ്പോൾ ആളുകൾ അതിലേക്ക് നോക്കും, അപ്പോൾ കൂടുതൽ പേർ അങ്ങോട്ട് വരും. അല്ലെങ്കിൽ ഇങ്ങനെ പരസ്യം കൊടുക്കുക, ഇവിടെ ഇന്ന അത്ഭുതങ്ങൾ നടക്കും ഈ രൂപത്തിൻ്റെ അടുക്കൽ എന്നൊക്കെ അതൊക്കെയാണ് വാണിജ്യത്തിൻ്റെ ഭാഗം. നമ്മൾ നമ്മുടെ സഭയെ ഒരു വാണിജ്യ വ്യവസായ മനോഭാവം ഉണ്ടെങ്കിൽ മാറ്റണം. അതാണ് അത് ഞാൻ ഉദ്ദേശിച്ചതും. നമുക്ക് അത് കേരളത്തിൽ പ്രത്യേകിച്ച് ആവശ്യമാണ്. ആത്മീയരായ കത്തോലിക്കർ നിന്ന് ഒരു ശക്തരാവുക ഇവിടെ ഏറ്റവും ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വിഭാഗിക ചിന്തയൊക്കെ മാറി നമ്മൾ ഒരേ കർത്താവിൽ വിശ്വസിക്കുന്ന, ഒരേ ദൈവസ്നേഹത്താൽ നിറഞ്ഞവർ ആയിത്തീരുവാനുള്ള പരിശ്രമം നിങ്ങൾക്കറിയാം. ഞാൻ എൻ്റെ 52 വർഷമായിട്ട് ഞാൻ എൻ്റെ എല്ലാ പ്രസംഗത്തിലും പറയുന്ന ഒന്നാണ്, നമുക്കൊന്നാകണമേ എന്നുള്ളത്. പ്രിയമുള്ളവരെ, അതെ, അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ചിലരൊക്കെ എന്നെ സ്നേഹിക്കുന്നവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ്. നന്ദിയുണ്ട്. എന്നെ ഒത്തിരി വിമർശിക്കുന്നവർ ആദ്യം മുതലേ ഉണ്ട്, എനിക്കറിയാം. അതിലും എനിക്ക് സന്തോഷം. ഞാൻ അവരെയും സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ കള്ളനാണ്, നോക്കൂ പുറയിൽ രൂപം വെച്ചോണ്ട് രൂപം വേണ്ട എന്ന് പറയുന്നൊക്കെ പറയുന്നവരുണ്ട്. നല്ല കാര്യം. ഹല്ലേലൂയ. നിങ്ങൾക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറയുന്ന പോലെ ഇംഗ്ലീഷിൽ ഫാക്റ്റ് ഈസ് ഫാക്റ്റ്, കമൻറ്റ് ഈസ് ഫ്രീ. ഹല്ലേലൂയ. സത്യം സത്യമാണ്, കമൻറ്റ് പറയാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന്. ഹല്ലേലൂയ. എന്നെപ്പറ്റി നിങ്ങൾ എന്തും പറഞ്ഞു. എന്നാൽ ഞാൻ ആരാണെന്ന് അറിയേണ്ടവർക്കറിയാം. അതിൽ കൂടുതലായിട്ട് എൻ്റെ യേശുവിനറിയാം, എനിക്കും അറിയാം. ഹല്ലേലൂയ. അപ്പോൾ എനിക്കറിയാവുന്നവ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. കാരണം നിങ്ങൾ ആധ്യാത്മികതയിൽ ഉയർത്തി ഈ ലൗകികാര്യയിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാതെ ആത്മീയതയിൽ സന്തോഷിച്ച് ദൈവത്തോടുകൂടി ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കഠിനാധ്വാനം ചെയ്യുന്നത്. ഈ പ്രായത്തിലും ഈ രോഗത്തിലും നിൽക്കാനും ഇരിക്കാനും മേലായെങ്കിലും ഈ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് സഞ്ചരിക്കുന്നതും എല്ലാം. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കൂ എൻ്റെ ആത്മാർത്ഥത എൻ്റെ എന്ന്.
അതിനെ നിങ്ങൾ ചോദ്യം ചെയ്തേക്കാം. കാരണം ഇന്ന് മനസ്സാക്ഷി ഇല്ലാത്ത ആളുകളാണ് ധാരാളമായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, കഴിവരും അതെ സത്യമായിട്ടും അതെ ഞാൻ അതെ എന്തിനാണ് ഇത് പറഞ്ഞത് എന്നത് വ്യക്തമാക്കുകയാണ് നിങ്ങളോട്. അതുകൊണ്ട് നമുക്ക് സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരാം. സത്യമായ പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരിക്കട്ടെ. ഞാൻ പള്ളിക്ക് കൊടുക്കരുതേ എന്നല്ല പറഞ്ഞത്. അത് ഒത്തിരി സ്വത്തുള്ള പള്ളിക്ക് സ്വത്ത് കൂട്ടാൻ കൊടുക്കേണ്ട കാര്യമില്ല. ഒരു പള്ളി പണിയുന്നുണ്ടെങ്കിൽ സഹായിക്കണം, കണിശമായിട്ടും. നന്നാക്കുന്നുണ്ടെങ്കിൽ സഹായിക്കണം. അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനമുണ്ടെങ്കിൽ സഹായിക്കണം. അത് ഒന്നുമില്ലാതെ കൊണ്ട് അതെ ഇങ്ങനത്തുള്ള ഈ മേളകളിലൂടെ കാശുണ്ടാക്കുക എന്നുള്ളത് അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. നമുക്ക് കൂടുതലായിട്ട് അത് ഏകസഭയായി ഏക സ്നേഹമുള്ള കൂട്ടായ്മയായിട്ട് ഈശോയിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാം. യേശുവിൽ കേന്ദ്രീകരിച്ച് നിത്യരക്ഷയ്ക്ക് ഉതകുന്നത് എന്തായാലും അതിനെ നിങ്ങൾ വ്യക്തിപരമായിട്ട് ഉപയോഗിക്കുക. ഹല്ലേലൂയ. ആ ഒരു വിഷയം വെന്തിങ്ങായിടുന്നത് കുരിശുരൂപം ഇടുന്നത് നല്ലതാണ്, ഉപയോഗിക്കുക, ഒരു കുഴപ്പമില്ല. അത് വിഗ്രഹാരാധനയൊന്നുമല്ല. അതെ, നമ്മൾ പെന്തക്കോസ്തുകാരെ പോലെ അതായത് പറമ്പിലെ എല്ലാ കമ്പും വെട്ടിക്കളയണം. കാരണം കമ്പുകൊണ്ടെങ്കിൽ വെറ്റമുറുക്കും. അതുകൊണ്ട് ഹല്ലേലൂയ അത്ര നമ്മൾ അങ്ങനെയുള്ളവരല്ല നമ്മൾ. അതെ, നമുക്ക് അതെ പാപത്തിന് ഹേതുവായിട്ടുള്ളതിനെയാണ് നമ്മൾ കളയുന്നത്. നിശ്ചയമായിട്ടും ദൈവം സൃഷ്ടിച്ച എല്ലാം നല്ലതാണ്. എന്നാൽ ആ നന്മയ്ക്കായി സൃഷ്ടിച്ചവയെ തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ദൈവം തിന്മയായിട്ടൊന്നും സൃഷ്ടിച്ചില്ല, എല്ലാം നന്മ. എന്നാൽ മനുഷ്യൻ അതിനെ അതെ മനസ്സുകൊണ്ടും ക്രിയ കൊണ്ടും തിന്മയാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. അതെ, കർത്താവ് നിങ്ങളെ അതിനെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. നിങ്ങളെ ശക്തരാക്കട്ടെ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ സ്തുതിക്കുന്ന, യേശുവിനെ സ്തുതിക്കുന്ന, മാലാഖമാരുടെയും വിശുദ്ധരോടും കൂടി ആരാധിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.